പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റെനീഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കട്ടയ്ക്കോട് ഇടവകയിലെ സെൻറ്റ് ആൻ്റണീസ് ഫെറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് 0 മെരിറ്റാണ്. പക്ഷേ എൻ്റെ മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഇന്ന് വരാൻ പറ്റിയത് തന്നെ. ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് എൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജസ്റ്റ് ഉടമ്പടി എന്താണെന്ന് അറിഞ്ഞുകൂടാ, വേറെ ഒന്നും അറിയില്ല, കൂടുതലൊന്നും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരെയും വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാം, അല്ലെങ്കിൽ വേറെ ഇവിടെ വരുന്നവർക്കെല്ലാം എന്തോ ഒരു അനുഗ്രഹം കിട്ടുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആദ്യമായി വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഞാനും എല്ലാവരെയും പോലെ കാണിക്കേട്ടു, പ്രാർത്ഥിച്ചു, അങ്ങ് പോയി. പിന്നെ അത് 2024 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ടും എനിക്ക് എന്തൊക്കെയോ ഞാൻ ഇവിടെയുള്ള പല സാക്ഷ്യ വീഡിയോകളും കാണുമായിരുന്നു. അപ്പോഴും നോക്കുമ്പം ഓരോരുത്തർക്കും അവർക്ക് പെട്ടെന്ന് സമയ ചുരുക്കം കൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഞാൻ ഒരു ബിടെക് കഴിഞ്ഞ ആളാണ്, എന്നിട്ട് ഞാൻ ഒരിടവും എത്തിയില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം നല്ല ജോലി, നല്ല കുടുംബം, ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് പോയിട്ട് പോലും ഞാൻ ഇപ്പോഴും 0യിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കിവിടെ അഭിമാനത്തോടെ നിൽക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു സർക്കാർ ജോലിയാണ്. അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ അതാ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് 14-ാം തീയതിയാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുന്നത്. എൻ്റെ മാതാവിന് 1000 നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പബ്ലിക്കിൽ തന്നെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതെൻ്റെ മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 6/9/2024. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് 4 പ്രാവശ്യം പുതുക്കി. പക്ഷേ പുതുക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഈ കാശ് രൂപമുണ്ട്. ഞാൻ എവിടെ പോയാലും ഈ ഒരു കാശ് രൂപം ഞാൻ കൂടെ കൊണ്ടു നടക്കും. എൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലായാലും, എനിക്ക് വിഷമം വരുമ്പോഴായാലും, എനിക്ക് എന്തൊരു സാഹചര്യം ഉണ്ടായാലും ഈ ഒരു കാശ് രൂപം മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. എന്ന് പറയുമ്പം ആരെന്ത് പറഞ്ഞാലും എനിക്ക് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പ മരിച്ചിട്ട് 18 വർഷത്തിൽ കൂടുതലായി. എനിക്ക് ഞാൻ ബിടെക്കിന് ചേർന്നപ്പോഴേ എല്ലാവരും അവനെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ്, ഓരോന്ന് പറഞ്ഞ് എല്ലാവരും ബാക്കിലോട്ടാക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഈ ജോലി ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഒരു ജോലി മാത്രമല്ല, എൻ്റെ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് ഒരുപാട് ജോലി, പല വേഷങ്ങളും കെട്ടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നെനിക്ക് ഈ ഒരു ജോലി കിട്ടുമ്പം അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ട് 4 പുതുക്കൾ കഴിഞ്ഞിട്ട് എപ്പോഴും എൻ്റെ ഈ കാശ് രൂപം കൂടെ കാണും. ഞാൻ നിലവിൽ ഊബർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് അവിടെ നിന്ന് 3-4 മാസത്തെ ശമ്പളം തരാതിരുന്നു. പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ ലോണ് കാര്യങ്ങളെല്ലാം അടയ്ക്കാനുള്ളത് കൊണ്ടും എനിക്ക് എൻ്റെ സാമ്പത്തിക നില അത്രയ്ക്ക് ഇത്തിരി പ്രശ്നമായതുകൊണ്ടും പിന്നെ ഞാൻ മുത്തൂറ്റിൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരിക്കലൊരു സൈറ്റിൽ നിന്ന് വീഴ്ച ഉണ്ടാകുന്നു. പിന്നെ എൻ്റെ കൈ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോലും വയ്യാത്തൊരു സാഹചര്യം ആയിരുന്നു. എന്നിട്ടും ഞാൻ ഇവിടെ ആകപ്പാടെ ചെയ്തത് മാതാവിൻ്റെ ആ ഒരു തൈലം, അത് മാത്രമാണ് ഞാൻ മരുന്നായിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പുരട്ടിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു തൈലം കൊണ്ട് മാത്രമാണ് എൻ്റെ കൈ ശരിയായത്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു കാശ് രൂപമാണ്. എന്നിട്ടും പിന്നെ 2-3 മാസം ഞാൻ റെസ്റ്റിലായിരുന്നു. പിന്നെ എനിക്ക് അടുത്ത് എന്തോന്ന് ചെയ്യണം, എനിക്ക് ജോലി എപ്പോൾ കിട്ടും അന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേരിങ്ങനെ പറഞ്ഞു ഇപ്പം തൽക്കാലം ഒരു അപ്പോയിൻമെൻ്റ് ആവുന്നത് ഒരു ഊബറോ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ അതിലോട്ട് പോയി. എന്നാൽ പോലും എനിക്കിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത ഒരിതാണ്. കാരണം ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ എപ്പോഴും പോണത്. ആദ്യത്തെ പ്രാവശ്യം എൻ്റെ കാശ് രൂപം നഷ്ടമായി. ഞാൻ അന്ന് വീട്ടിൽ 11:30-11:45 ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ ഒരു രാത്രി തിരുവനന്തപുരം സിറ്റിയിലെ അടച്ചു കിടന്ന പെട്രോൾ പമ്പിൽ വരെ ഞാൻ പോയിട്ട് ഞാൻ അവരോട് ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു, ചേട്ടാ എനിക്കതൊന്ന് തുറന്നു തരുമോ, എൻ്റെ ഒരു കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടു. അയാൾക്ക് കാശ് രൂപം എന്താണെന്ന് അറിഞ്ഞൂടെ. കാരണം അയാളൊരു അക്രൈസ്തവനാണ്. അയാൾ കാശ് രൂപം എന്താണ്, കൃപാസനം എന്താണ്, അങ്ങനെ ആ ഒരാളുടെ മുമ്പിൽ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റിയ ചിലപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കാം. അയാൾക്കും അയാളുടെ സാഹചര്യവും കുറേ അയാളുടെ വിഷമതകളും കാര്യങ്ങളും എൻ്റെ കൂടെ പറഞ്ഞു.
അപ്പോഴയാളും ഇത് എവിടെയാണ്, എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റി. പക്ഷേ ഞാൻ ഫുള്ള് എൻ്റെ വണ്ടിയും വീടും പരിസരവും ഞാൻ അന്ന് എവിടെയൊക്കെ പോയോ ഈ കാശ് രൂപം, എൻ്റെ കയ്യിലുള്ള ഈ കാശ് രൂപം ഞാൻ ഫുള്ള് ഞാൻ അന്വേഷിച്ചു, കിട്ടിയില്ല. എന്നിട്ടും ഞാൻ അന്ന് പിറ്റേന്ന് ഉള്ള ഏറനാടിന് രാവിലെ ആ ഒരു ട്രെയിനിന് വീണ്ടും ഞാൻ അന്ന് രാത്രി ഈ കാശ് രൂപം അന്വേഷിച്ചിട്ട് ഫുള്ള് കിട്ടാതെ വന്നു. 12-12:30 വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ രാവിലെ വെളുപ്പാങ്കാലത്ത് ആ 3-3:30 ഏറനാടിന് രാവിലെ ഇവിടെ കൃപാസനത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് അന്വേഷിച്ചു, എൻ്റെ കാശ് രൂപം നഷ്ടമായി, എനിക്കിനി എങ്ങനെ കിട്ടും. ഇവിടെ നിന്ന് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു പുതിയ ഉടമ്പടി എടുക്കേണ്ടി വരും. ഞാൻ എന്നാലും എനിക്ക് ആ പഴയതിൻ്റെ ആ ഒരു ഇത് കിട്ടൂലല്ല പുതിയത് വന്നാലും. പക്ഷേ എൻ്റെ മാതാവിൻ്റെ ഇതുകൊണ്ട് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. പിറ്റേന്ന് ഞാൻ നോക്കിയപ്പം എൻ്റെ അവിടെ കംപ്ലീറ്റ് ഞാൻ അരിച്ചതാണ്. ഈ രൂപം വണ്ടിയുടെ സീറ്റിൻ്റെ മുകളിലിരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കളഞ്ഞുപോയ കാശ് രൂപം വന്നത്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഈ മാതാവിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം ആ ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് എൻ്റെ ലൈഫ് എപ്പോഴും കടന്നു പോയിട്ടുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ഇപ്പം എൻ്റെ ആ ഒരു തൊഴിൽ സാഹചര്യം വെച്ചിട്ട് ഞാൻ എൻ്റെ ഇപ്പം വണ്ടിയിൽ വരുന്നവരോട് ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റ് അല്ലെങ്കിൽ രോഗികൾ, പാവപ്പെട്ട അങ്ങനെ ഉള്ള ആൾക്കാർ കാണും. അവരുടെ നിന്ന് അങ്ങനെ കാശ് വാങ്ങിക്കാറില്ല. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ഓരോന്നിങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അടുത്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഇവിടെയുള്ള കൃപാസന പത്രം, അത് ഞാനാണെങ്കിൽ എൻ്റെ വണ്ടിയിൽ കയറുന്നവരായാലും ഇപ്പം RCCയുടെ ആ ഒരു പരിസരത്തായാലും കൂടുതലും ഞാൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. അവർക്കിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിലന്ന് ഞാൻ എപ്പോൾ ഇറങ്ങിയാലും ഞാൻ ആ തൈലോട് കുരിശ് വരയ്ക്കാതെ ഞാൻ ഇറങ്ങൂല, എവിടെയും പോകില്ല. അതേപോലെ തന്നെ രാത്രി ആയാലും ഡെയിലി ഒരു കൊന്തയെങ്കിലും ചൊല്ലാതെ ഇന്നേ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുർബാനകൾ എനിക്ക് ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാറില്ല. പിന്നെ ഒരു ഞായറാഴ്ച വരെയും ഈ നിമിഷം വരെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് മുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സീറോ മെരിറ്റായി എന്നെ ഈ ഒരു ഇതിൽ ഇത്ര എത്തിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. അടുത്ത ഞാൻ 2ാമത്തെ പുതുക്കലിന് ശേഷമാണ് ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം ഞാൻ PSCയുടെ 20ഓളം ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. എന്നിട്ടും കോഴിക്കോട് LD വന്നിട്ടും ഒന്നിലും ഞാൻ അങ്ങനെ എനിക്ക് അവസരം കിട്ടിയില്ല. ഒരു എക്സാം വന്നിട്ട് എനിക്ക് 6ാമത്തെ റാങ്ക് വരെ കിട്ടി. എന്നിട്ടും ഞാൻ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു. എൻ്റെ പേരിൽ ആ ഒരു സ്ഥാപനത്തിൽ 6ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സ് വരെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പം അത് നോക്കിക്കൊണ്ട് പോകാനുള്ള ആ ഒരു ഇത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഇന്നേ വരെ എനിക്ക് ആ ഒരു സർവീസിൽ കയറാൻ പറ്റിയിട്ടില്ല. അത് ദൈവം അച്ഛൻ വഴി എന്നെ ഇവിടെ എത്തിച്ചു. 2ാമത്തെ പുതുക്കലിന് വന്നതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞു, ഉടനെ അപ്പോയിൻമെൻറ്റ് ലഭിക്കും, ആ ഒരു സമയത്ത് ഉടനെ തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്യണതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു ലെറ്ററുമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിനും എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവ് ഉണ്ടായിരുന്നതിനും എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. റനീഷ് എന്ന ഈ മകൻ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഈ മകൻ PSC റാങ്ക് ലിസ്റ്റിൽ 6th റാങ്ക് 6ാമത്തെ റാങ്ക് എന്ന് ഫ്ലെക്സ് അടിച്ചിട്ട് പോലും വളരെ യോഗ്യതയുള്ള മെറിറ്റുള്ള ഈ മകനെ ജോലി ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു വലിയ സങ്കടമാണ്. തന്നെ ഫ്ലെക്സ് വഴിയിൽ കാണുകയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഉറപ്പാണ്. പക്ഷേ ജോലി ഇല്ല എന്നൊരു വലിയ സങ്കടത്തിലാണ് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം മകന് പരിശുദ്ധ അമ്മയെ ലഭിച്ച ആ സന്തോഷം, അമ്മയെക്കുറിച്ച് കൂടുതൽ ആഴമായി പഠിക്കുവാനും ഈശോയിലേക്ക് അടുക്കുവാനുമൊക്കെയുള്ള വലിയ ഒരു ഉന്മേഷവും ഒരു ആഘോഷവും ഉണ്ടായി. അതിനിടയിൽ മകൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വിഭ്രാന്തിയെക്കുറിച്ച് മകൻ പറയുകയുണ്ടായി.
ആ ഒരു അവസ്ഥയിൽ പോലും ഈശോയെക്കുറിച്ച് പറയുവാനും കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമുക്ക് നൽകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാനുമുള്ള ഒരു സാധ്യതയായി ആ അവസരത്തെ, പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസരത്തിൽ പോലും ഈ മകൻ ആ സാഹചര്യത്തെ കാണുകയായിരുന്നു. അടഞ്ഞുകിടന്ന പെട്രോൾ പമ്പ് തുറപ്പിച്ചുകൊണ്ടാണ് ഈ മകൻ പറഞ്ഞത്, എൻ്റെ കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടു. നമുക്കൊരിക്കലും കാശ് രൂപം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ അച്ഛൻ പറയുന്ന ഒരു വലിയ പ്രബോധനമാണിത് നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മ ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ഔസേപ്പിതാവും കൂടി ചെന്ന് ഓടി നടന്ന് അന്വേഷിച്ച ഒരു അനുഭവ തലത്തിലേക്കാണ് ഈ റെനീഷ് മകൻ എത്തുന്നത്. കാരണം പരിശുദ്ധ അമ്മ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ എനിക്ക് ജോലിയില്ലെങ്കിലും ഉണ്ടാകരുത് എന്നുള്ള ഒരു വളരെ ഉത്തുംഗമമായ ആധ്യാത്മിക അവസ്ഥയിലേക്ക് മകൻ എത്തുകയായിരുന്നു. നമുക്കറിയാം, അച്ഛൻ ഈ ചൊവ്വാഴ്ചത്തെ ഈ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, നടന്നു വരുന്നവർ പറന്നു പോകുന്ന, പുറത്തു പോകുന്ന ഒരു വലിയ അവസ്ഥാവിശേഷം നമുക്ക് കൃപാസനത്തിൽ കാണാം. വളരെ അവശതയോടെ, ഈ സങ്കടത്തോടു കൂടി, വളരെ രോഗാവസ്ഥയിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽപ്പെട്ട് കടന്നു വരുന്ന ഒരുപാട് മക്കൾ വളരെ സന്തോഷത്തോടു കൂടി ഉയർന്ന് പറക്കുന്ന ജീവിതാനുഭവങ്ങളുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. യുവാക്കൾ ഒരുപാട് ഈശോയിലേക്ക് നടന്നെടുക്കുന്നതും അവരുടെ സ്വപ്നങ്ങളും അവരുടെ ദർശനങ്ങളുമെല്ലാം ലോകത്തിന് സമ്മാനിക്കുന്നതും, അവരെവിടെയായിരുന്നാലും ഇനി ദൈവമഹത്വം പ്രഖ്യാപിക്കുവാൻ തയ്യാറായിരുന്ന ഒരു വലിയ ഉടമ്പടി പ്രഖ്യാപനവുമായി, ഉടമ്പടി ജീവിത പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുകയും ചെയ്യാം. റെനീഷിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.